വർഷങ്ങളോളമായി ആഷിഖ് കപൂറിന്റെയും റീമ കല്ലിങ്കലിന്റെയും വീട്ടിൽ കൊക്കൈൻ പാർട്ടികൾ നടന്നു വരാറുണ്ട് എന്നുള്ളതാണ്. അവിടേക്ക് വരുന്ന ആളുകൾക്ക് ഇവർ ചോക്ലേറ്റിലാണ് പോലും മയക്കുമരുന്ന് കലക്കി കൊടുക്കുന്നത്. പല പെൺകുട്ടികളും ആൺകുട്ടികളും അവരുടെ വെർജിനിറ്റി അവിടെ വെച്ച് നഷ്ടപ്പെടുത്താറുണ്ട് പോലും. അതായത് സെക്സ് ഒഴുകുന്ന ഒരു പാർട്ടിയാണ് അത് എന്ന് തന്നെ വേണം പറയാൻ. ചുരുക്കി പറഞ്ഞാൽ ലഹരിയും സെക്സും ഇതിന്റെ ഒരു ഹബ്ബാണ് റീമ കല്ലിങ്കലിന്റെയും ആഷിഖ് കപൂറിന്റെയും വീട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ റീമ കല്ലിങ്കൽ ആഷിഖ് കപൂർ ദമ്പതിമാരുടെ മയക്കുമരുന്ന് പാർട്ടി അതാണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. പലരും സംഭവം അറിഞ്ഞു കാണും. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പല ചാനലുകളും ചർച്ചകൾ നടത്തി എന്നുള്ളതാണ് അല്ലെ. 2 ദിവസം മുന്നേ റീമ കല്ലിങ്കലിന്റെയും ആഷിഖ് കപൂറിന്റെയും വീട്ടിൽ ഡ്രഗ്സ് പാർട്ടി നടക്കുന്നുണ്ട് എന്ന് പുറം ലോകത്തോട് വെളിപ്പെടുത്തിയത് മറ്റാരുമല്ല, സുചിത്ര എന്ന് പറയുന്ന ഒരു തമിഴ് ഗായികയാണ്. സുചിത്ര എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ പല സെലിബ്രിറ്റീസിനെതിരെയും തുറന്നടിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എന്നുള്ളതാണ്. മുമ്പ് തൃശയ്ക്കെതിരെയും കമലഹാസനെതിരെയും ഒക്കെ പുള്ളിക്കാരി തുറന്നടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരി, അങ്ങനത്തെ ഒരു നേച്ചറാണ്. എന്തായാലും അങ്ങനെ ഇരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ പുള്ളിക്കാരി ഇപ്പൊ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ഒരു തമിഴ് ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂക്കിടെയാണ് പുള്ളിക്കാരുടെ പ്രതികരണം. വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ ആണ് പുള്ളിക്കാരി റീമ കല്ലിങ്ങിനെതിരെയും ആഷിഖ് കപൂറിനെതിരെയും വെക്കുന്നത്. ഏകദേശം 3 മിനിറ്റോളം പുള്ളിക്കാരി ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാനത് എല്ലാ ഭാഗവും ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. അതിൽ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കാണിച്ചു തരാം. തമിഴാണ് സംസാരിക്കുന്നത്, കുഴപ്പമില്ല. ഞാനത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. was also going through a very bad PR phase up to 2-3 years. அவங்க career அடிபட்டிருக்குன்னா அவங்க கண்டக்ட் பண்ணின பார்ட்டிஸ்னால தான் mostly. There was a lot of free usage of certain things which should never even be at a party, not even at an adult party. கொச்சி raid எல்லாம் விழுந்தப்போ யார் வீட்ல விழுந்துச்சு bro? ரீமா கல்லிங்கல் and அபு அவங்க boyfriend அந்த டைம்ல like nobody is asking Rima Kallingal this question that நீங்க டிசைட் பண்ணீங்களா இந்த மாதிரி பெண்கள் முன்னேற்றத்துக்கு பண்ண போறீங்க? இந்த மாதிரி எத்தனை சினிமா இண்டஸ்ட்ரிக்கு ஃப்ரெஷ்ஷா வந்திருக்கிற சரக்கே தொடாத அபலை பெண்களை நீங்க ஃபர்ஸ்ட் சரக்கு இன்ட்ரோடியூஸ் பண்ணிருக்கீங்க. நீங்க ஃபர்ஸ்ட் ட்ரக்ஸ் ரீமா மீட் பார்ட்டிஸ்ல எத்தனை கேர்ள்ஸ் அவங்களுடைய சப்ஸ்டன்ஸ் வெர்ஜினிட்டி லூஸ் பண்ணிருக்காங்க. guys also പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ആഷിഖ് കപൂറിന്റെയും റീമ കല്ലിങ്കലിന്റെയും വീട്ടിൽ നിരന്തരമായി ഡ്രഗ്സ് പാർട്ടികൾ നടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത്. ഈ പാർട്ടികൾ ശരിക്കും പറഞ്ഞാണെങ്കിൽ റീമ കല്ലിങ്കലിന്റെ കരിയർ വരെ നശിപ്പിച്ചു എന്നുള്ളതാണ്. പണ്ട് ഇവരുടെ വീട്ടിൽ പാർട്ടി നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് ഒരിക്കൽ പോലീസുകാർ ഇവരുടെ വീട്ടിൽ കയറി റെയ്ഡൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. പിന്നെ പെൺകുട്ടികൾ രംഗത്ത് വരണം, പെൺകുട്ടികൾ മുന്നിട്ടിറങ്ങണം എന്ന് പറയുന്ന ഇതേ റീമ കല്ലിങ്കൽ തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യമായി വരുന്ന പെൺകുട്ടികൾക്ക് ആദ്യമായി മയക്കുമരുന്നുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ആരും റീമ കല്ലിങ്കലിനെ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വളരെ പരിതാപകരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് എന്നുള്ളതാണ്. ഇത് മാത്രമല്ല പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സുചിത്ര പറഞ്ഞു പോകുന്നുണ്ട്. എന്തൊക്കെയായാലും ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ തന്നെയാണ്. ഒരു ഇൻഡസ്ട്രിയിൽ പുരോഗമനം പ്രസംഗിച്ച് നടക്കുന്നവർ തന്നെ ഇങ്ങനെ നേർവിപരീതമായി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എവിടെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. പിന്നെ തുടർന്ന് പുള്ളിക്കാരി പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ സുചിത്രയ്ക്ക് അറിയാവുന്ന ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ റീമ കല്ലിങ്കലിന്റെ പാർട്ടികളിൽ ക്ഷണം ലഭിക്കാറുണ്ട്. അങ്ങനെ ക്ഷണം ലഭിച്ച് ആ പാർട്ടിയിൽ പോയി വന്ന പലരും അവരുടെ പാർട്ടിയിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് സുചിത്രയോട് പറഞ്ഞിട്ടുണ്ട് പോലും. മാത്രവുമല്ല റീമ കല്ലിങ്കലിന്റെ പാർട്ടികളിൽ ചോക്ലേറ്റ് സുലഭമായി കൊടുക്കാറുണ്ട്. ആ പാർട്ടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയില്ല ആ ചോക്ലേറ്റിൽ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതറിയാവുന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ പലർക്കും അവരുടെ പാർട്ടിയിൽ പോകുന്ന സമയത്ത് ചോക്ലേറ്റ് തൊടാൻ പേടിയാണ് എന്നുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് സുചിത്ര ഒരുപാട് കാര്യങ്ങൾ. എന്തൊക്കെയായാലും ഈ ഒരു അലിഗേഷനോട് കൂടി നമ്മുടെ WCCയിലും മിഡിൽ സ്റ്റെമ്പ് തെറിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ ഓൾറെഡി WCCയിൽ ഒരു മെമ്പർ എയറിൽ നിൽക്കുകയാണ്. ആരാണ്? രേവതിക്കെതിരെ വന്ന അലിഗേഷൻ അറിയാലോ. സംവിധായകനായിട്ടുള്ള രഞ്ജിത്ത് ഒരു പയ്യനെ നഗ്ന ഫോട്ടോ എടുത്ത് രേവതിക്ക് അയച്ചു കൊടുത്തു എന്നുള്ളത്. അവിടുന്നാണ് ശരിക്കും പറഞ്ഞാൽ WCCയിൽ അധപ്പതനം തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ആണുങ്ങളുടെ വിഷയങ്ങൾ മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് ആണുങ്ങളെ മാത്രം മോശക്കാരായി ചിത്രീകരിക്കാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു WCC. പക്ഷെ അതിപ്പോ പൊട്ടി പാളിസ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഇവരെ ഡ്രഗ് ഡീലേഴ്സ് ആണ്. എന്നിട്ടാണ് ഇവർ ഈ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും എന്നെ ഞെട്ടിച്ച് കളഞ്ഞ വസ്തുത എന്താണെന്ന് വെച്ചാണെങ്കിൽ സുചിത്ര ഇത് പറഞ്ഞിട്ട് 1 ദിവസം കഴിഞ്ഞു. ഇന്നേ വരെ മലയാളത്തിൽ ഒരു മാധ്യമവും ഇത് പൊക്കി പിടിച്ച് രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. സാധാരണ ഒരു നടനെതിരെ ചെറിയൊരു അലിഗേഷൻ വന്നാൽ പോലും അതൊരാഴ്ച ഓടിക്കുന്നവരാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ മാധ്യമങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു മിണ്ടാട്ടവും ഇല്ല എന്നുള്ളതാണ്. അവർ മൗനവ്രതത്തിലാണ്. ശരിക്കും അതിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണിത്. സിനിമയിൽ പുതുതായിട്ട് വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരു സംവിധായകനും നായികയും ഡ്രഗ്സ് സുലഭമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അഥവാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. എന്നിട്ടും എന്തേ മാധ്യമങ്ങൾ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ്. WCCക്കെതിരെ വന്ന എല്ലാ അലിഗേഷൻസിലും ഇപ്പൊ മാധ്യമങ്ങൾ മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്.
ശരിക്കും പറഞ്ഞാൽ WGCക്ക് വേണ്ടി മാമപ്പണിയാണോ മാധ്യമങ്ങൾ എടുക്കുന്നതെന്ന് തോന്നിപ്പോവാണ്. എന്തൊക്കെയായാലും നമുക്ക് ഈ അലഗേഷനിലേക്ക് തിരിച്ചു വരാം. സുചിത്ര അവിടെ പറഞ്ഞല്ലോ മുമ്പ് ആഷിഖ് കപൂറിന്റെ വീട്ടിൽ ഒരു റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഐ തിങ്ക് അന്ന് അവരെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു എന്നുള്ളതാണ് തോന്നുന്നത്. എന്തായാലും ആ റെയ്ഡുമായി ബന്ധപ്പെട്ട് അന്ന് വന്ന വാർത്ത നമുക്കൊന്ന് കണ്ടുനോക്കാം. മിണ്ടിയാൽ മാവോയിസ്റ്റ് അല്ലെങ്കിൽ കൊക്കൈൻ എന്ന തലക്കെട്ടിലാണ് ആഷിഖ് കപൂറിന്റെ പോസ്റ്റ് ആരംഭിക്കുന്നത്. കൊക്കൈൻ കേസിൽ തന്റെയും റീമയുടെയും ഫഹദ് ഫാസിലിന്റെയും പേര് അനാവശ്യമായി വലിച്ചിഴച്ചതാണ്. ചില മാധ്യമ വ്യഭിചാരികൾ വ്യക്തിവിരോധം തീർക്കാനാണ് ഇത്തരം കഥകൾ മെനയുന്നതെന്ന് ആഷിഖ് കപൂർ കുറ്റപ്പെടുത്തുന്നു. തനിക്കെതിരെ വാർത്ത നൽകിയ അതേ ലേഖകനാണ് നമ്പി നാരായണനെതിരെ വ്യാജ വാർത്ത നൽകിയതെന്നും ആഷിഖ് പറയുന്നു. കൊക്കൈൻ കേസിൽ ആഷിഖ് കപൂറിനെയും റീമ കല്ലിങ്കലിനെയും ഫഹദ് ഫാസിലിനെയും ചോദ്യം ചെയ്യാൻ പോലീസ് അനുമതി തേടിയെന്നായിരുന്നു മംഗളം ദിനപത്രം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്ത. വാർത്ത എഴുതിയ മാധ്യമപ്രവർത്തനെതിരെയും പ്രസിദ്ധീകരിച്ച മംഗളപത്രത്തിനെതിരെയും മാനനഷ്ട കേസ് നൽകുമെന്നും കെട്ടുന്ന തുക നമ്പി നാരായണന് കൈമാറുമെന്നും ആഷിഖ് വ്യക്തമാക്കി. ഷൈൻ ടോം ചാക്കോ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ നിയമപ്രകാരം തന്നെ ശിക്ഷിക്കപ്പെടും. കേസിൽ ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും പരിശോധനകൾക്കും തയ്യാറാണെന്ന് പറഞ്ഞാണ് ആഷിഖ് കപൂർ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷെ അന്ന് അത് 1-2 ന്യൂസുകളിൽ അവസാനിച്ച് കേട്ടോ. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫോളോ അപ്പുകളും കാര്യങ്ങളും കണ്ടില്ല എന്നുള്ളതാണ്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഈ സംഭവം പൊങ്ങി വരുന്നത്. പിന്നെ അന്ന് ഈ വാർത്ത വന്ന ഇതേ സമയത്താണ് നമ്മുടെ നടനായിട്ടുള്ള ഷൈൻ ടോം ചാക്കോയെ ഇതേമാതിരി കൊക്കയും പാർട്ടിയിൽ പങ്കെടുത്തു എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് ഞാൻ നന്നായി ഓർക്കുന്നുണ്ട്. പുള്ളിക്കാരന്റെ ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഇറങ്ങിയ ഒരു സമയമായിരുന്നു അത്, ഇതിഹാസം എന്ന് പറഞ്ഞ സിനിമ. അതിലെ നായകനായിരുന്നു പുള്ളിക്കാരൻ. അതിൽ അഭിനയിച്ചു, സിനിമ ഹിറ്റ് അടിച്ചു. ആ സിനിമയിലൂടെ പുള്ളിക്കാരനെ പലരും അറിയാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഷൈൻ ടോം ചാക്കോക്കെതിരെ ഇങ്ങനെ ഒരു അറസ്റ്റ് വരുന്നത്. അന്ന് അത് ഭയങ്കര ന്യൂസ് ആയിരുന്നു. അന്ന് അറസ്റ്റ് ചെയ്ത് ഷൈൻ ടോം ചാക്കോ പിന്നീട് കുറച്ചു കാലത്തേക്ക് സിനിമയിൽ ഇല്ലായിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ തിരിച്ചു വന്ന് നിരത്തി സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി. ഇപ്പം പുള്ളിക്കാരൻ ഇല്ലാത്ത സിനിമ ഇല്ല എന്നുള്ള അവസ്ഥയായി മാറിക്കണം അല്ലേ? എല്ലാ സിനിമയിലും ഉണ്ട്. പിന്നെ ഫഹദ് ഫാസിലും മയക്കുമരുന്നിന് അടിമയാണെന്നുള്ള ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഇത്തരത്തിലുള്ള നിശാ പാർട്ടികൾ, കൊക്കയും പാർട്ടികൾ എന്നൊക്കെ പറയുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് അജ്ഞാതമാണ്. ബോളിവുഡിലും തമിഴ് ഇൻഡസ്ട്രിയിലൊക്കെ ഇത് സുലഭമായി നടക്കുന്നുണ്ട്. പക്ഷെ മലയാളത്തിൽ ഇങ്ങനൊന്നും നടക്കുക എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ചിന്തിക്കണ മറ്റൊന്നുമല്ല, ഇത്രയും സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ വന്നിട്ടും എന്തുകൊണ്ട് റീമ കല്ലിങ്കലിനെയും ആഷിഖ് കപൂറിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവർക്കെതിരെ ഇപ്പൊ ഒന്നും പോലീസ് ഉരിയാടിയിട്ടില്ല എന്നുള്ളതാണ്. നടന്മാർക്കെതിരെ അലിഗേഷൻ വന്നപ്പോ എന്തൊക്കെയായിരുന്നു ആവേശം അല്ലേ? അവരെ പിടിക്കാൻ വേണ്ടി ഓടി നടക്കായിരുന്നു പോലീസ്. പക്ഷെ റീമ കല്ലിങ്കലിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോ എല്ലാവരും മൗനത്തിലാണ്. ഇനിയിപ്പോ എന്തായാലും മിക്കവാറും റീമ കല്ലിങ്കലും ആഷിഖ് കപൂറും മുങ്ങാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ജയസൂര്യനെ പോലെ രണ്ടാളിനെ അമേരിക്കയിൽ അങ്ങനെ നോക്കിയാൽ മതി. എല്ലാം ഒന്ന് കെട്ടടങ്ങിയിട്ട് രണ്ടാളും തിരിച്ചു വരും. എന്തായാലും രണ്ടുപേരും പെട്ടു, അത്ര ഇനിയിപ്പോ പറയാനുള്ളൂ. എന്തായാലും സിനിമാ മേഖലയിൽ സുലഭമായ മയക്കുമരുന്നിന് ഉപയോഗം ഉണ്ട് എന്ന് പണ്ട് ടിനി ടോം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ. നമുക്ക് എന്തായാലും അതൊന്ന് പണ്ട് നോക്കാം. ഈ അടുത്തൊരു സിനിമാ താരം എന്നോടൊപ്പം അഭിനയിച്ചപ്പോൾ അദ്ദേഹം ലഹരിക്ക് അടിമയാണ്. അദ്ദേഹത്തിന്റെ പല്ല് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പല യുവജനങ്ങളും പറയും അവൻ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ ലൈറ്റ് പോലെയാണ്, അതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. പക്ഷെ അതിന്റെ ആ ഫിലമെന്റ് അടിച്ചു പോയാൽ പിന്നെ തിരിച്ചു കിട്ടൂല. ശരി, അതാരാണാവോ പല്ല് പൊടിഞ്ഞു പോകുന്ന നടൻ? ഇനി അങ്ങോട്ട് മലയാള സിനിമ കാണുന്ന സമയത്ത് എല്ലാ നടന്മാരുടെയും പല്ലിലേക്ക് നോക്കേണ്ട അവസ്ഥ ആയല്ലോ. പിന്നീട് അങ്ങോട്ട് തുടർന്നും ടിനിടോം പറയുന്നുണ്ട് തന്റെ സ്വന്തം മകനെ, തന്റെ ചോരയിൽ പിറന്ന സ്വന്തം മകനെ സിനിമയിൽ വിടാൻ ഇപ്പൊ തനിക്ക് പേടിയാണെന്നുള്ളത്. ഒരു സിനിമയിൽ എങ്ങനെ അവസരം വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പോകണ്ട എന്ന് പറഞ്ഞു എന്നുള്ളത്. കാരണം പുള്ളിക്കാരന് പേടിയാണ്. എങ്ങാനും സിനിമ സെറ്റിൽ പോയി മയക്കുമരുന്ന് ഉപയോഗിക്കുമോ എന്നുള്ള പേടിയാണ്. ആരാണ് ഈ പറയുന്നത്? സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നടനാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സിനിമാ നടന്മാർക്ക് വരെ തന്റെ മക്കളെ സിനിമയിൽ വിടാൻ പേടിയാണെന്നുള്ളതാണ്. അത്രയും വേണ്ടാത്തരങ്ങളാണ് ഇപ്പൊ സിനിമാ ഫീൽഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ടിനി ടോപ്പ് മാത്രമല്ല, ബാബുരാജ് മുമ്പ് ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബാബുരാജിനെ കുറിച്ച് ഒരു പെണ്ണ് കേസ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നുണ്ട്. അത് വേറെ കാര്യം. എങ്കിൽ കൂടിയും ബാബുരാജ് പണ്ട് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഒരു മര്യാദയ്ക്ക് ഒരു സെർച്ച് നടത്തി കഴിഞ്ഞാൽ പല ആൾക്കാരും സിനിമയിൽ അഭിനയിക്കുന്നതും അങ്ങനെയല്ല, അതിൻ്റെ പുറത്തൊക്കെ ഉള്ള പല ആൾക്കാരും കൊടുക്കുന്നുള്ള കാര്യം ഡെഫിനറ്റാണ്. ഞാൻ ഈ സംഭവം വളരെ രൂക്ഷമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം പല ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ സിനിമ എന്ന് പറഞ്ഞാൽ പുതിയ സിനിമ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉപയോഗിക്കാത്തവന് ഒന്നിനും കൊള്ളില്ല എന്നുള്ളതാണ്. ചില സിനിമകളിൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ മാത്രം സംഘടനകളുമുണ്ട്. അത് ഉപയോഗിക്കുന്ന ആൾക്കാർ മാത്രം കൂടി ചേർന്നുള്ള സംബന്ധം ഇത് വളരെ നിർത്തേണ്ട സമയമായി. എത്രയോ ഷൂട്ടിംഗ് സെറ്റ്, ഞാൻ പേര് പറയുന്നില്ല. ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ ഞാനിങ്ങനെ കാലത്തെ 8 മണി വരെ വെയിറ്റ് ചെയ്യുക. 10 മണിയായി, 11 മണിയായി, 12 മണിയായി കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ അടുത്തെന്ന് പറഞ്ഞു ചേട്ടാ ഇന്ന് ചേട്ടൻ്റെ ഇല്ല. അപ്പോൾ ഞാൻ എന്ത് പറ്റി? ആദ്യമൊന്നും പറഞ്ഞില്ല. പിന്നെ നോക്കുമ്പോൾ അതിനകത്ത് ആ നടൻ അന്ന് വരില്ല എന്ന് പറഞ്ഞു പുള്ളി ഫോൺ എടുത്ത് 11 മണിക്കാണ്.
അയാളൊന്നും വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സിനിമ. ഇതാണ് അവസ്ഥ. തലേന്ന് രാത്രി ഇതേമാതിരി പാർട്ടികളിലൊക്കെ പോയിട്ട് അടിച്ച് ഓഫായിട്ട് കിടന്നുറങ്ങാണ്. അടുത്ത ദിവസം ഷൂട്ടിംഗ് ഉണ്ടെന്ന് ഓർക്കൂല. എന്നിട്ട് ഇവർ ഉറങ്ങി എണീക്കുന്നത് രാവിലെ 11 മണിക്കും 12 മണിക്കൊക്കെ ആയിരിക്കും. അന്നേരം സംവിധായകർ വിളിക്കുന്ന സമയത്ത് എനിക്ക് മൂടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ കോള് കട്ട് ചെയ്യും. ഈ ഒരു അവസ്ഥയിലേക്ക് സിനിമ മാറി എന്നുള്ളതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ പരാമർശിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും ഇതിന് വേണ്ട കവറേജ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അവരിപ്പോഴും നടന്മാരുടെ പെണ്ണുപിടി കഥകൾക്ക് പിന്നാലെയാണ്. എന്ത് പറയാനാണ് അല്ലെ? എന്തായാലും ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ മൗനം വെടിയണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇല്ല എങ്കിൽ നിങ്ങൾ WCCക്ക് വേണ്ടി മാമാപ്പണി എടുക്കുന്നെന്ന് ജനം ഇവിടെ ധരിച്ചു വെക്കുന്നുള്ളതാണ്. അതെല്ലാം തെളിയിക്കേണ്ടത് ഇവിടുത്തെ മാധ്യമങ്ങളുടെ ബാധ്യതയാണ്. അപ്പൊ ഇതുവരെ അറിഞ്ഞെടുത്തോളം ചുരുക്കി പറഞ്ഞാണെങ്കിൽ എല്ലാത്തരം വേണ്ടാത്തരങ്ങളുടെയും ഹബ്ബാണ് മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അല്ലെ? പെണ്ണുപിടി, മയക്കുമരുന്ന്, ഇനി എന്ത് വേണം അല്ലെ? ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ ഒന്ന് പച്ച പിടിച്ചു കഴിഞ്ഞാണെങ്കിൽ ഒരാൾക്ക് സുഖലോലുപ ജീവിതം അങ്ങ് നയിക്കുക എന്നുള്ളതാണ്. പെണ്ണിന് പെണ്ണ്, സെക്സിന് സെക്സ്, ഡ്രഗ്സിന് ഡ്രഗ്സ് അല്ലെ? അധികം ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോഴത്തെ ഒരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.